ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പത്തിരി എന്നും പറയാം. നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ നമുക്ക് എത്ര കഴിച്ചാലും അങ്ങ് മതി വരില്ല. അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയും കൂടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാ കപ്പ് നിങ്ങൾ ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും എടുത്താൽ മതി. അതിൽ തന്നെ നമ്മൾ ഒരു കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്നിൽ തന്നെ അളന്നെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിയെല്ലാം കൂടെ 2 കപ്പാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ നല്ലോണം ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് പൊടി ഇടുക. പെട്ടെന്ന് മിക്സ് ചെയ്യണം. പൊടിയിൽ എല്ലാവരുടെയും വെള്ളം എത്തണം. അത് നിർബന്ധമാണ്. എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാവരുടെയും ആ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തീ ഫ്ലെയിം ഇങ്ങനെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. സ്പീഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തീ അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ അപ്പൊ തന്നെ തുറക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോവാൻ നിൽക്കരുത്. നമ്മൾ പത്തിരി കുഴക്കണ മാതിരി തന്നെ ചൂടോടെ കുഴച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 2 കൈയിലും വെള്ളം ഒന്ന് തൊട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് അധികം കൈക്ക് ചൂടറിയില്ല. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചാലേ നമുക്ക് ക്രാക്കൊന്നും ഇല്ലാണ്ട് കിട്ടുള്ളൂ. എന്നാലും നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ചെയ്ത് ശീലമുള്ളവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ചെയ്യാന്. അപ്പൊ അതേ ഇനി നമുക്ക് ഇതിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നില്ല, അത്രയും വലിയ ബോൾസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു ബൗളിൽ കിട്ടിയിട്ട് അത് വേഗം അടച്ചു വെക്കണം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പൊ ഓരോന്നായിട്ട് ഇട്ടിട്ട് അടച്ചു വെക്കുക. അത് മറന്നു പോരുത്. അപ്പത്തേ നമ്മൾ അടുത്തതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പത്തേ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഓരോന്നെടുത്ത് പരത്താം. ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പൊ അതെ ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്നതൊക്കെ നമ്മൾ നോർമൽ പത്തിരി പരത്തുന്ന പോലെ തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് പൊടിയിട്ട് പരത്തേണ്ടി വരും. ഇത് നന്നായിട്ട് റൗണ്ട് ഷേപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഷേപ്പ് കിട്ടുന്നത് അതിനനുസരിച്ച് പരത്തി കൊടുക്കുക. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടൂല, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത് ഒരുപാട് കട്ടിയിലല്ല ഒരുപാട് തിന്നായിട്ടല്ല പരത്തുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്ന അതേ ഒരു തിക്നെസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി പ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അതിൽ പ്രസ് ചെയ്തെടുത്താലും മതി. അപ്പൊ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ ബീഫിന്റെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി പോലെയല്ല, കുറച്ചും കൂടി അങ്ങോട്ട് സോഫ്റ്റ് ആണ്. ചപ്പാത്തിനേക്കാളും ഒരു പത്തിരിയുടെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക്. അപ്പൊ അതേ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്. ഒരു ഇരുമ്പ് കല്ലൊക്കെയാണ് കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിപ്പോ നോൺ സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് നോർമൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ അല്ലെങ്കിൽ പത്തിരി ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം. എണ്ണയൊന്നും ആക്കരുത്. അപ്പൊ ഒരു സൈഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും. ഒരുപാട് തവണ തിരിച്ചിട്ടുണ്ട, 2-3 തവണ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേണം വേവിക്കാൻ. എന്നാലേ നന്നായിട്ട് ഇങ്ങനെ ഒരു സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുള്ളൂ. അപ്പൊ ഒന്ന് ചെറുതായിട്ട് പൊങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരുപാട് നമ്മൾ പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം വെക്കണ്ട. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് വേഗം തന്നെ നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമ്മൾ ചപ്പാത്തി പോലെ ഒരുപാട് നേരം എടുക്കില്ല ഇതിങ്ങനെ പൊങ്ങി വരാനായിട്ട്. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ ഒരു എന്താ പറയാ ടേസ്റ്റുമാണ് നമുക്ക് കഴിക്കാൻ. അപ്പൊ നമ്മൾ അടുത്തതും ഒന്ന് പൊങ്ങിയൊന്ന് വരുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് എടുത്ത് മാറ്റാം. ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രാത്രി വരെയും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ദേ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിന്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.